രാജഭരണകാലത്ത് തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വർഷം നമ്മുടെ ആറന്മുള കണ്ണാടിയുടെ ഫ്രെയിമോട് കൂടിയിട്ടുള്ള എൻട്രൻസ് ആർച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വിഷുക്കാലത്തെ വരവറിയിച്ചുകൊണ്ട് നാട്ടിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ളത് പോലെ ഒരു ചന്ത തുടങ്ങിയിട്ടുണ്ട്. ഈ ആർച്ചിലൂടെയാണ് മെയിൻ ആയിട്ടുള്ള എൻട്രൻസ് വരുന്നത്. കൊച്ചിയിൽ പാതി പാലിയം എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ കൊച്ചി രാജാവിന്റെ പ്രധാനപ്പെട്ട മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ സ്വന്തം നാടായ എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിനടുത്തുള്ള പാലിയം എന്ന സ്ഥലത്താണ് ഈ ചന്ത തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് നാണയങ്ങളും പൈസകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബാർട്ടർ സിസ്റ്റം, അതായത് സാധന കൈമാറ്റ വ്യവസ്ഥ എന്നൊരു രീതിയാണ് ഈ മാർക്കറ്റിൽ ഉപയോഗിച്ചിരുന്നത്. അതായത് തന്റെ കയ്യിലുള്ള ഒരു സാധനം കൊടുത്ത് അയാൾക്ക് ആവശ്യമുള്ള മറ്റൊരു സാധനം വാങ്ങുന്ന വ്യവസ്ഥയാണിത്. അപ്പോൾ ഇത് ഫ്രണ്ട്സ്, ഇതേപോലെ ഓലമേഞ്ഞിട്ടുള്ള വലിയൊരു ഹാള് പോലെ ആയിരിക്കും. പിന്നെ പാർട്ടീഷൻ ചെയ്താണ് ഓരോ കടകൾ എടുക്കുന്നത്. ഇതേപോലെ നമ്പറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടാവും. പഴമയുടെ ആ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ മാർക്കറ്റ് നിർമ്മിക്കാറുള്ളത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, കേരളത്തിന്റെ മിക്ക ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഇവിടെ കച്ചവടം ചെയ്യാനായിട്ട് ഒരാഴ്ച മുന്നേ തന്നെ ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഇതേ പാലക്കാടൻ കത്തികളും ഇതേപോലെ ഉൽപ്പന്നങ്ങളായിട്ട് എത്തിയിട്ടുള്ള ചേട്ടനാണ് ആദ്യം എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ താൽക്കാലികമായിട്ട് ഈ മാർക്കറ്റ് നിർമ്മിക്കുന്നത് ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ്. പാലിയം കൊട്ടാരത്തിനടുത്തുള്ള പാലിയം അമ്പലത്തിന്റെ തൊട്ട് എതിർവശം കാണുന്ന ഈ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെയാണ് എല്ലാ വർഷവും മാർക്കറ്റ് തുടങ്ങാറുള്ളത്. അപ്പോൾ വിഷുവിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഈ മാർക്കറ്റിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഇവിടെ ലഭിക്കുമെന്നാണ് പണ്ട് മുതൽ തന്നെ പറയാറുള്ളത്. ഇവിടെ കടകളൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഏപ്രിൽ 8 മുതൽ ഏപ്രിൽ 13 വരെയാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ഇപ്പോൾ കുറേയേറെ വർഷങ്ങളായിട്ട് ചേന്നമംഗലം പഞ്ചായത്താണ് ഈ വിഷുമാറ്റ ചന്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റൂട്ട് വരികയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവരെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും